ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ഇടവഴിയിൽ ബോസിനൊപ്പം. ആ ഒരു കഥയുടെ മൂന്നാം ഭാഗമാണ് കേട്ടോ. അപ്പോ ഇന്നെല്ലാരും കഥ കേൾക്കുക. കഥ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങളെ മുഷിപ്പിക്കാതെ ആ ഒരു മൂന്നാം ഭാഗത്തിലേക്ക് നമുക്ക് പോയാലോ? അപ്പോൾ കഥ ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബോസും പിന്നെ ഷീബയും തമ്മിൽ ഓഫീസിലെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവർ ഒരു ഇടവഴിയില്, അതായത് ഷീബയെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോസ് അവളെ ഒരു ഇടവഴിയിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. അത് ഷീബയുടെ വീട്ടിലേക്കുള്ള ഒരു ഇടവഴി തന്നെയാണ്. ആ ഒരു സമയത്ത് നല്ലൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു മഴയത്ത് അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു സ്റ്റോറിയും പിന്നെ വീട്ടിലെത്തുന്ന ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ പറയുന്നത്. അപ്പം കഥ മുഴുവനായിട്ട് കേൾക്കാം. ഇത് കഥയുടെ അവസാന ഭാഗമാണ്. ഇനി ഒരു ഭാഗം ഇവരുടെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഇനി റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഒരു ഭാഗം കൂടി ഇടത്തുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ ഇനി ഷീബയുടെ സൗണ്ടിൽ തന്നെ പറയണം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കേട്ടിരിക്കാം. ഞാൻ ഓരോ നിമിഷവും മഴ പെയ്യുന്ന സമയത്ത് ബോസിനോടൊപ്പം ചേർന്ന് നിന്നു. കാരണം കുട ചെറുതാണല്ലോ. കുട ചെറുതായതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. തൊട്ടടുത്തൊരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ മാക്രിക്കുട്ടന്മാര് നല്ല കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തോ അടുത്ത മഴയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന് തോന്നുന്നു. ആ ഒരു കരച്ചിൽ കേൾക്കുന്ന സമയത്തും ഞാൻ എന്തൊക്കെയോ മനസ്സിലാലോചിച്ചു. എന്തായിരിക്കും അവരിങ്ങനെ കരയുന്നത്? ചിലപ്പോ എന്തെങ്കിലും പ്രകൃതിയുടെ മാറ്റങ്ങളായിരിക്കും. മുൻപെപ്പോഴും ബോസ് പറഞ്ഞതുപോലെ പ്രണയം എന്ന് പറയുന്നത് ഏത് നിമിഷവും തോന്നാവുന്നൊരു കാര്യമാണല്ലോ. മോഹങ്ങൾ മനുഷ്യന് ദൈവം കൊടുത്തൊരു വരദാനമല്ലേ? അതൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ നടന്നു. ആ നിമിഷം ഞാൻ ബോസിനെ നോക്കി. ബോസിനോടൊപ്പം ചോദിച്ചു, എന്താ ഷിബ, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ബോസ്, എനിക്കിങ്ങനെ ബോസിന്റെ കൂടെ നടക്കാൻ പറ്റിയല്ലോ. അതെന്താ ഷിബ അങ്ങനെ പറഞ്ഞ്? ഞാനും മനുഷ്യരൊക്കെ തന്നെയല്ലേ. എന്റെ കൂടെ നടന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ബോസിന്റെ ആ സംസാരം കേട്ടപ്പോ പിന്നീട് എനിക്ക് ചോദിക്കാൻ തോന്നി ഇങ്ങനെയാണ്. ഓഫീസിലും മറ്റാരെങ്കിലും നമ്മളിങ്ങനെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു പറച്ചിലാവില്ലേ? ആ നിമിഷം തന്നെ ബോസിന്റെ അടുത്ത് മറുപടി പറഞ്ഞു, അതൊക്കെ പോകാൻ പറയണ്ട ഷീബേ. രണ്ടുപേരും നടന്ന് ഒരു കൊടക്കീഴില് അങ്ങനെ യാത്ര ചെയ്തു വെച്ച് ആരെന്ത് പറയാനാ? ഞാൻ ഇത്രയും ദൂരം വന്നു തന്നെ ഷീബയെ അങ്ങോട്ട് കൊണ്ടുചെന്നാക്കാനല്ലേ? ബോസ് അങ്ങനെ പറയുമ്പോഴും നല്ലൊരു ഇടിവെട്ടി. ഞാനൊന്ന് പരുങ്ങി, ഒന്ന് കിടുങ്ങി. ആ നിമിഷം തന്നെ ബോസിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഷീബ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? പെട്ടെന്ന് ഞാനൊരു ചമ്മലോടെ ഒരു നാണത്തോടെ പറഞ്ഞു, അത് ബോസ്, എനിക്ക് ചെറിയ പേടിയുണ്ട്. ആ, എനിക്ക് മനസ്സിലായി എന്ന് ബോസിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. ഇടവഴിയിൽ കൂടെ കൂടുതൽ ദൂരം നടക്കുന്ന സമയത്തും ഇരുട്ടടച്ചു വരുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും പേടിയാവില്ലായിരുന്നു. കാരണം എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടാവാറില്ല. ഇപ്പോ ബോസ് കൂടെ ഉണ്ട്. പക്ഷേ ബോസ് ഉള്ള ഒരു ധൈര്യം തന്നെയാണ്. പക്ഷേ ബോസ് എപ്പോഴും ഒരു അന്യപുരുഷനല്ലേ. അയാളും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ, അതും ഈ രാത്രിയില്, എനിക്കെന്തൊക്കെയോ തോന്നലുകൾ വന്നു തുടങ്ങി. മഴ നല്ല രീതിയിൽ തന്നെ പെയ്യാൻ തുടങ്ങി. ആ സമയം വെള്ളമെല്ലാം അടിച്ച് എൻ്റെ ശരീരത്തേക്ക് വീണു. ബോസ് ആ നിമിഷം ഒന്ന് ചേർന്ന് നിന്നു. കാരണം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു കുടയും. അതാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം കൊളത്തിപ്പോയി. പിന്നെ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ എന്നൊരു സമാധാനം കൂടിയുണ്ട്. അങ്ങനെ ഞാനും ബോസും കൂടി വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു. എനിക്കെന്തോ കാല് കഴയ്ക്കുന്നത് പോലെ തോന്നി. അങ്ങനെ അത്രയും നേരം ഓഫീസിലിരുന്നതും പിന്നെ ആ നടന്നതിൻ്റെയും ആ ഒരു ദൂരം കൊണ്ടാവാൻ തോന്നും എനിക്ക് കാല് നന്നായിട്ട് കഴിച്ചു. പെട്ടെന്ന് തന്നെ ബോസിൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി ഷീബ, എന്താ നടക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ബോസ്, എനിക്ക് കാല് കഴിച്ചിട്ട് വയ്യ ബോസ്, നടക്കാൻ എന്തോ ബുദ്ധിമുട്ടത് ഉള്ളതുപോലെ.
എന്ന് പറയുന്ന സമയത്ത് ബോസ് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, കാലിലെന്തെങ്കിലും തട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നടന്നതിന്റെ ക്ഷീണം കൊണ്ടായിരിക്കും, ഒന്ന് നോക്കട്ടെ. ആ സമയത്ത് മഴ നനഞ്ഞുകൊണ്ട് ബോസിന്റെ കാലിൽ പിടിച്ചു നോക്കുമ്പോൾ എനിക്ക് എന്തോ ആ സമയത്ത് ബോസിനോടൊന്നും പറയാൻ തോന്നിയില്ല. കാരണം ആള് അത്രയൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ. ശരിക്കും മറ്റാരിൽ നിന്ന് കിട്ടാത്തൊരു പരിഗണന എനിക്കെന്റെ ബോസിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ബോസ്, മതി ബോസ്, ഇപ്പൊ തന്നെ മഴ ഒരുപാട് നന്നായിട്ട് പെയ്യുന്നുണ്ട്, സമയം ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്, നമുക്ക് പോയാലോ എന്നൊക്കെ ഞാൻ ബോസിന്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടി, ആ നിമിഷത്തിന് വേണ്ടി ബോസ് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ നിമിഷം തന്നെ ബോസ് എന്റെ കാലം തിരുമ്മി തന്നു, ആ മഴയത്ത്, അതേപോലെ ആ ഒരു നിമിഷത്തിൽ. അങ്ങനെ ആ ഒരു നിമിഷത്തിൽ തന്നെ എനിക്ക് ബോസിനോട് വളരെയധികം ബഹുമാനം തോന്നി. പെട്ടെന്ന് ആ നിമിഷം തന്നെ ബോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഷീബ, കാലെന്തെങ്കിലും കിടച്ചതോ മറ്റെങ്കിലും ആയിരിക്കും, പതുക്കെ എന്നെ ഒന്ന് ചാരി നടന്നാൽ മതി, അപ്പോൾ കുഴപ്പമൊന്നും വരില്ലല്ലോ, പതുക്കെ നടക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ ഇനി കുറച്ചുകൂടെ പോയാൽ പോരെ എന്ന് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു. ആ നിമിഷം തന്നെ ബോസിനോട് ഞാൻ പറഞ്ഞു, ബോസ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവില്ലേ, പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ ആകത്താടെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബോസിൻ്റെ അടുത്ത് പറയുമ്പോൾ ബോസ് അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. ഷീബ ഇങ്ങോട്ട് കയറ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് അങ്ങനെ നടന്നു പോകുമായിരുന്നു. ആ പെയ്ത് തോരാത്ത മഴയിൽ, നല്ല ഇരുട്ടടച്ച് പെയ്യുന്ന മഴയിൽ, ആ നിമിഷത്തിൽ ഒറ്റൊരു മനുഷ്യനെ പോലും കാണാൻ പറ്റില്ല. കാരണം മഴത്തുള്ളികൾ അത്രയും വേഗത്തിലാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഞാൻ പൂർണ്ണമായും നനഞ്ഞു, തല നനഞ്ഞു, ശരീരം മുഴുവൻ നനഞ്ഞു. ആ നിമിഷം തന്നെ അത്രത്തോളം നല്ല തകൃതിയായി തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഇടിയും മഴയും പിന്നെ ബോസും. അങ്ങനെ ബോസുമായി നടന്ന് നടന്ന് ഞാൻ വീട്ടിലെത്താറായി. വീട് കണ്ട സമയത്ത് തന്നെ എനിക്കൊരു ആശ്വാസം തോന്നി. പക്ഷേ അത്രയും കാശുകാരനായ ബോസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാവില്ലേ? എന്നെപ്പോലെ ഒരാള് ഇത്രയും ചെറിയൊരു വീട്ടിൽ കിടക്കുന്നു. അങ്ങനെ ബോസിനെ ഞാനെങ്ങനെ അകത്തോട്ട് ക്ഷണിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു നിന്നു. ആ നിമിഷം തന്നെ എനിക്ക് തോന്നി ബോസിനെ അകത്തേക്ക് വിളിക്കണമെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ബോസിൻ്റെ അടുത്ത് പറഞ്ഞു, ബോസ്, എൻ്റെ വീടാണത്, ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് നേരം അങ്ങോട്ടേക്ക് വരുമോ? അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം, മഴയൊക്കെ ഒന്ന് തോന്നിട്ട്. എല്ലാവരും വന്നു കാണും, എങ്കിലും ബോസ് ഒന്ന് വന്നോളൂ എന്ന് പറയുമ്പോൾ ബോസിന് പൂർണ്ണ സമ്മതമായിരുന്നു. നല്ലൊരു പുഞ്ചിരിയോടുകൂടി ബോസ് പറഞ്ഞു, ആ ഞാൻ വരാലോ എന്ന് പറയുന്ന സമയത്ത് എനിക്കും വളരെ ആകാംക്ഷയായി. കാരണം ബോസിനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അത് മറ്റാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമായതുകൊണ്ട് തന്നെ ഞാനത് പൂർണ്ണമായും എൻജോയ് ചെയ്തു. കാരണം ബോസ് ഒരുപാട് കാശുകാരനാണ്, പിന്നെ നല്ല സുന്ദരനും. അതേപോലെ ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാനും ബോസുമായിട്ട് വീടിൻ്റെ ആ ഒരു മുറ്റത്തേക്ക് വന്നു. മുറ്റത്ത് വന്ന സമയത്താണെന്നുണ്ടെങ്കിലും അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. കാരണം എന്തോ ആരും എത്തിയിട്ടില്ല, കുട്ടികളും എത്തിയിട്ടില്ല. സമയം ഇപ്പോൾ 6:30-7 മണി ആവുന്നുണ്ടായിരുന്നു. എല്ലാവരും കുറച്ച് ലേറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ആരും തന്നെ വീട്ടിനുള്ളിലില്ല. പിന്നെ പുറത്താരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ എല്ലായിടവും നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി പുറത്തും അകത്തും ആരും വന്നിട്ടില്ല. ആ നിമിഷം ബോസിനെ ഇങ്ങനെ മഴയത്ത് നിർത്താൻ എനിക്ക് ഒട്ടും തോന്നൽ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ബോസിൻ്റെ അടുത്ത് പറഞ്ഞു, ബോസ്, എന്നെങ്കിൽ നമുക്ക് അകത്ത് കയറിയിരിക്കാം, കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ നനയേണ്ടി വരും, പിന്നെ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ പോകാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബോസിൻ്റെ അടുത്ത് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ സംസാരം കേട്ട് ഒരു പുഞ്ചിരിയോടെ ബോസ് അകത്തേക്ക് കയറി വന്നു. ഞാൻ പതുക്കെ താക്കോലെടുത്ത്
ആ ഒരു ഹോളിൻ്റെ ആ ഒരു വാതില് തുറന്നു. ശേഷം ബോസിൻ്റെ അടുത്ത് ഞാൻ ആ സെറ്റിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ ബോസിൻ്റെ തുണി മൊത്തം നനഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോസിന് സെറ്റിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബോസ് കുറച്ചുകൂടെ മാറിയിരിക്കാനായിട്ട് നോക്കി. ചെറിയ കിടന്നൊരു പ്ലാസ്റ്റിക് കസേരയിൽ അവിടേക്ക് മാറിയിരുന്നു. അപ്പോൾ ഞാൻ അകത്ത് പോയി ബോസിനെ തല തോർത്താനുള്ള ആ ഒരു തോർത്തും ഒരു ചെറിയ ടവൽ പോലൊരു കാര്യമായിരുന്നു, അതെടുത്തുകൊണ്ട് വന്നിട്ട് ബോസിൻ്റെ കയ്യിൽ കൊടുത്തു. ബോസ് ഒരു പുഞ്ചിരിയോടെ ആ നിമിഷം ആ ഒരു ടവല് വാങ്ങിച്ച സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ആ നിമിഷം ബോസിൻ്റെ അടുത്ത് കണ്ണി നോക്കിയിട്ട് പറഞ്ഞു, എന്താ ഷീബ, ഈ ഒരു ടവൽ മാത്രമേ ഉള്ളോ വീട്ടിലൊക്കെ വന്നിട്ട്? ആ, അതൊക്കെ ഉള്ളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു ചമ്മലോട് കൂടി തന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയി. ശേഷം ബോസിന് വേണ്ട ഒരു കോഫി, കാരണം തണുത്ത് വരച്ച് നിൽക്കല്ലേ, നല്ല മഴയല്ലേ, ആ ഒരു നിമിഷം അതേപോലൊരു നല്ല ചൂട് കോഫി, അത് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ചൂട് കോഫി ഉണ്ടാക്കി ബോസിന് കൊണ്ടുപോയി കൊടുത്തു. ബോസ് അത് രുചിയോടെ നല്ല ചൂടോടെ കുടിച്ചു. അത് കണ്ട സമയത്ത് എനിക്കും ഒരു ആത്മവിശ്വാസം വന്നു. ബോസ് വീട്ടിൽ വന്നിട്ട് ഒന്നും കൊടുക്കാതെ ഒന്നും പറയാതെ അതൊക്കെ വിടുന്നത് ഒട്ടും ശരിയുള്ള കാര്യമല്ലല്ലോ. ആ നിമിഷം എനിക്കങ്ങനെ തോന്നി. അപ്പോഴും ചൂടുള്ള ആ ഒരു കോഫി ഊതി കുടിക്കുന്ന സമയത്ത് ബോസിനെ ഞാനൊന്ന് നോക്കി. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമായിരുന്നു, എൻ്റെ പ്രൊമോഷനൊക്കെ ഇനിയും കയറിപ്പോകും. ബോസ് എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ കൂടെ ഇരുന്ന് ഒരു കപ്പ് ചായ കുടിച്ചു. അതും ഞാനിട്ട ചായ. കുറച്ചു നേരം ബോസ് എൻ്റെ കൂടെ ഇവിടെ നിൽക്കണം എന്നെനിക്ക് തോന്നി. കാരണം എന്തോ ആ നിമിഷം ആ ഒരു അനുഭവത്തിൽ എനിക്കങ്ങനെ തോന്നിയതാണ്. അപ്പോൾ ആ ഒരു നിമിഷം ബോസിൻ്റെ അടുത്ത് ചോദിച്ചു, ഷീബയ്ക്ക് ഓഫീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല സാർ. സാറുള്ളപ്പോൾ പിന്നെ എനിക്കങ്ങനെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സാറിൻ്റെ ആ ഒരു പരിഗണനയിൽ ഇങ്ങനെ നിന്നു പോകുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഷീബയ്ക്കുണ്ടായാൽ എൻ്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. എന്തിനും ഞാനുണ്ട് ഷീബയുടെ കൂടെ. ബോസ് അത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരാത്മവിശ്വാസമായിരുന്നു. കാരണം ബോസ് അങ്ങനെ പറഞ്ഞല്ലോ. ആ നിമിഷം ഞാൻ ബോസിൻ്റെ അടുത്ത് പറഞ്ഞു, ബോസ് ആകെ നനഞ്ഞിരിക്കുകയാണ്, ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. കാരണം ആ നിമിഷം അങ്ങനെ നിൽക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. നല്ലതായിട്ട് നനഞ്ഞിട്ടുണ്ട്, തല തോർത്തിട്ടും വെള്ളം ഇറ്റിട്ട് വീഴുന്നുണ്ട്. ആ നിമിഷം തന്നെ ഞാൻ മുറിയിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു സാരിയും കാര്യങ്ങളും എല്ലാം മാറ്റി ഒരു ചെറിയ നൈറ്റി എടുത്തിട്ടു. കാരണം ഇട്ടുകൊണ്ട് നിൽക്കാൻ കംഫർട്ട് അത് തന്നെയാണ്. ആ നിമിഷം ഞാൻ ബോസിനെ കുറിച്ച് ആലോചിച്ചു. ബോസും നനഞ്ഞ് നല്ല രീതിയിൽ നനഞ്ഞ് വെറ്റായിട്ട് നിൽക്കുകയാണല്ലേ. അപ്പോൾ ബോസിന് എന്തെങ്കിലും കൊടുക്കണം എന്നെനിക്ക് തോന്നി. പക്ഷേ ബോസ് പോകാൻ നിൽക്കുകയല്ലേ, അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുക എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പെട്ടെന്ന് ഡ്രസ്സെല്ലാം മാറി ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ബോസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ചോദിച്ചു, എന്താ ബോസ്, എന്തു പറ്റി? ഷീബ, ഞാൻ ഇറങ്ങുക, ഇപ്പോൾ നല്ല മഴയൊക്കെ തോന്നുന്നുണ്ട്, പിന്നെ ഇപ്പം പോയി കഴിഞ്ഞാലേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഇടവഴിയിൽ നിന്ന് 1 മണിക്കൂർ 1 കിലോമീറ്റർ ദൂരമില്ലേ, അപ്പോൾ അവിടെ എത്തണ്ടേ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ബോസിൻ്റെ ആ വാക്കുകളിൽ ഒരു പുഞ്ചിരിയോടെ ഞാൻ തലയാട്ടി. പക്ഷേ ആ നിമിഷവും ബോസിൻ്റെ കരുതൽ, ബോസിൻ്റെ കെയർ, അതെല്ലാം എന്നെ നല്ലതായിട്ട് ആ ഒരു പരിഗണന തരുന്നുണ്ടായിരുന്നു. ബോസിനെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതേയില്ല. പെട്ടെന്നൊരു മൂളലോടെ ഞാനങ്ങനെ തലയാട്ടിയെങ്കിലും ബോസിനോട് ഞാൻ ചോദിച്ചു, ബോസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇപ്പം പോയി കഴിഞ്ഞാൽ മഴ ഉറച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ എന്നൊക്കെ ഞാൻ ബോസിൻ്റെ അടുത്ത് ചോദിച്ചു. ബോസിന് പോകാൻ അത്ര ആ ഒരു താല്പര്യമില്ലായിരുന്നു. എങ്കിൽ കൂടിയും പെട്ടെന്ന് അവിടെ എത്തണം എന്നൊക്കെയുള്ള ചിന്ത
ബോസിന്റെ മനസ്സിലും കാണുമല്ലോ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ആരും വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ബോസിനെ അങ്ങനെ നിർത്തുന്നത് ഒരു ഉചിതമായ കാര്യമല്ലെന്ന് എനിക്കും തോന്നി. പെട്ടെന്നൊരു പുഞ്ചിരിയോടെ ഒരു റിലേറ്റീവ് എന്ന രീതിയിൽ എനിക്ക് ബോസിൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ബോസിന് ഇന്നിവിടെ തങ്ങിക്കൂടെ? പിന്നെ നാളെ രാവിലെ പോയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഇത്രയും ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് അവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റാവില്ലേ എന്നൊക്കെ എനിക്ക് ചോദിക്കണമെന്ന് മനസ്സിലിങ്ങനെ ബിംബുമ്പോഴും, ഇനി ഭർത്താവും കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരാളെ ഞാനിവിടെ നിർത്തി എന്ന് കണ്ടാൽ അവരെന്നോട് ദേഷ്യപ്പെടില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ ചിലപ്പം ഒരു പൊട്ട ബുദ്ധിയാണ്. എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഞാനൊരു പൊട്ടിയാണെന്നൊക്കെ. കാരണം ചില സമയത്ത് എൻ്റെ ചിന്തകൾ അങ്ങനെ തന്നെയാണ്. എങ്കിലും ബോസിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നി. ആ നിമിഷത്തെ സമയത്ത് ബോസിന് എന്തെങ്കിലും കഴിക്കാനായിട്ട് എടുക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി. ആ സമയത്ത് ബോസ് വീണ്ടും ആ ഒരു കസേരയിലിരുന്നു. ഞാൻ ആ ചെറിയൊരു പലഹാരങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി കൊണ്ടുവന്ന് ബോസിന് കൊണ്ടുപോയി കൊടുത്തു. ബോസ് അത് രുചിയോടെ കഴിച്ചു. അത് രുചിയോടെ കഴിക്കുന്ന ബോസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ എനിക്കൊരു ആഗ്രഹം തോന്നി, എങ്ങനെയുണ്ട് ബോസ്, ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോസ് ഒരു അത്ഭുതത്തോടെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, നല്ല രുചിയുണ്ടല്ലോ ഷീബ, ഷീബയ്ക്ക് നല്ല കൈപ്പുണ്യൊക്കെ ഉണ്ട്. ആള് കാണുന്നത് പോലൊന്നും അല്ല, അത്യാവശ്യം ഒരു കില്ലാടി തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനൊരു പുഞ്ചിരിയോടെ ഒരു കിടങ്ങലോടെ നിന്ന് അങ്ങനെ ഒന്ന് പുഞ്ചിരിച്ചു. കാരണം ബോസിനെ പോലെ ഒരാള്, ബോസിനെ പോലെ ഒരു കാശുകാരൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ പുഞ്ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബോസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡും കുട്ടികളും കൂടെ അകത്തേക്ക് കയറി വരുന്നത്. ആ നിമിഷത്ത് ഞാനും ബോസും ഒന്ന് പരിഭ്രമിച്ച് നിന്നു. പെട്ടെന്ന് ഹസ്ബൻഡ് ചോദിച്ചു, അതാരാ ഷിബേ? പെട്ടെന്ന് ഞാൻ ആ ഒരു ഒറ്റ വാക്യത്തിന് മറുപടി പറഞ്ഞു, എൻ്റെ ബോസായിരുന്നു, എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കാനായിട്ട് വന്നെയാണ്. പെട്ടെന്ന് ഹസ്ബൻഡിനാണെങ്കിൽ ശരി തന്നെ ഒരു പരിചയമില്ലാത്ത ആളെന്ന പോലെ ഒന്ന് നോക്കി. എങ്കിലും അദ്ദേഹം വന്നിട്ട് ഒരു കൈ കൊടുത്തു, ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്തു. അത് കണ്ട സമയത്ത് എനിക്ക് സന്തോഷം തോന്നി. കാരണം ബോസിനെ പോലെ ഒരാളുടെ അടുത്ത് ഹസ്ബൻഡ് നല്ല രീതിയിലാണ് പെരുമാറിയത്. അപ്പോൾ എനിക്കും അതൊരു ഇഷ്ടം പോലെ തോന്നി. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, എടി അയാളെ ഇന്ന് വിടണോ? ഇന്നിവിടെ അങ്ങനെ നിർത്തിക്കൂടെ? ആളൊന്ന് പോയി കഴിഞ്ഞാൽ തന്നെ എപ്പോഴേനി എത്തുക? ഇവിടെ നിൽക്കുന്നത് തന്നെയല്ലേ ഉചിതമായിട്ടുള്ള കാര്യം. അങ്ങനെ അതായിരിക്കും നല്ലത് എന്നെൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ബോസിൻ്റെ അടുത്ത് എങ്ങനെ അത് പറയണം എന്നെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി ചോദിക്കും മനുഷ്യ, അപ്പോൾ എനിക്കെങ്ങനെയാ ആളുടെ അടുത്ത് ഇതെല്ലാം പറയാൻ പറ്റുക എന്നൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഒരു ചെറിയൊരു പുഞ്ചിരിയോടെ ബോസിൻ്റെ അടുത്ത് ചെന്നിട്ട് നേരെ ചോദിച്ചു, ഇന്നിവിടെ നിൽക്കുന്നില്ലേ? നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നാളെ അങ്ങോട്ട് പോയാൽ പോരെ? പിന്നെ ഇവിടുന്ന് അധികം ദൂരവും കാര്യങ്ങളൊക്കെ അല്ലേ, ഇനി വീട്ടിലേക്ക് എത്താനൊക്കെ ആയിട്ട് ഇന്നിവിടെ നിന്നിട്ട് നാളെ പോയാൽ പോരെ എന്നൊക്കെ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു. ബോസ് അതൊരു പുഞ്ചിരിയോടെ എടുത്തു. കാരണം ബോസിന് പോകാതെ പറ്റില്ലല്ലോ. ബോസ് ആ ഒരു ഒറ്റ വാക്യത്തിന് മറുപടി പറഞ്ഞു, ഇന്നെന്തൊക്കെയായാലും എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഏതായാലും ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റില്ലോ, നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റില്ലോ. ഇനി ഒരു ദിവസം വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായാലും ഞാൻ ഇവിടെ കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നൊരു ദിവസങ്ങളിൽ ആലോചിക്കാം എന്നെല്ലാം ബോസിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു പുഞ്ചിരിയോടുകൂടി ബോസ് ഞങ്ങളോട് യാത്ര പറഞ്ഞു. യാത്ര പറയുന്ന സമയത്തും എനിക്ക് എന്തോ നഷ്ടപ്പെടുന്നത് പോലെ. കാരണം ആ നിമിഷം വരെ ഉണ്ടായിരുന്ന ആ ഒരു ബോസിൻ്റെ കെയർ, ആ ഒരു പരിഗണന എല്ലാം എനിക്ക് നഷ്ടപ്പെടുകയായിരുന്നു. എന്തോ ഞാൻ അറിയാതെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ആ നിമിഷം വരെ ആ മനുഷ്യൻ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തു തന്നത്, എന്നെ എങ്ങനെയാണ് പരിഗണിച്ചത്
ഇതെല്ലാം ഒരു നിമിഷം ഞാൻ ആലോചിച്ചും പോയി. അങ്ങനെ ഞാനങ്ങനെ നിന്നു പോയി. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് തന്നെ തിരിഞ്ഞു നിന്നു. ആ നിമിഷം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ബോസിന് എന്നോടുള്ള പരിഗണനയും സ്നേഹവും. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി കരഞ്ഞു. ഈ ഒരു കഥയുടെ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ പുതിയൊരു ഭാഗം ഷീബയുടെ കഥ അതിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നൊരു കഥയുമായിട്ട് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക.